രമേശ് ചേട്ടന്റെ കാര്യം അതുപോലെ ഇനി ഒരു പിതാക്കന്മാർക്ക് സംഭവിക്കരുത്. കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി നമ്മൾ മൂന്ന് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, കുട്ടികൾ വളരുന്നതിനോടൊപ്പം അവരുടെ എഡ്യൂക്കേഷൻ ഫീസും വളർന്നുകൊണ്ടേയിരിക്കും. ഇനി മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തേത്, നമ്മളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് എന്ത് തുകയാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് കരുതി വെക്കണം. അതായത് ഇന്ന് 5 ലക്ഷം രൂപ വിലയുള്ള ഒരു കോഴ്സിന് ഒരു 10 15 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അത് ഒരു മിനിമം 20 ലക്ഷം രൂപയാകുമെന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ ലക്ഷ്യം 5 ലക്ഷമല്ല, 20 ലക്ഷം ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, വെറും ബാങ്ക് നിക്ഷേപം കൊണ്ട് എഡ്യൂക്കേഷൻ ഫണ്ട് രൂപീകരിക്കാൻ സാധിക്കില്ല. ബാങ്ക് നിക്ഷേപം എന്ന് പറയുന്നത് വെറും ഒരു ഡെഡ് മണിയാണ്. അത് വളരെയധികം വളരുകയൊന്നുമില്ല. പക്ഷേ വളരുന്ന രീതിയിൽ പണത്തിനെ നിക്ഷേപിക്കാനായിട്ട് പഠിക്കണം. അതായത് നല്ല രീതിയിൽ വളർച്ച വരുന്ന രീതിയിൽ നമുക്ക് SIP പോലെയുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ചെറിയ തുകയാണെങ്കിലും മാസം കൃത്യമായിട്ട് നമ്മൾ കുട്ടികൾ ജനിക്കുന്ന അന്ന് മുതലെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദീർഘകാലം കൊണ്ട് അത് വളരെ വലിയൊരു തുകയിലേക്ക് എത്തുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇങ്ങനെ സ്വരൂപിക്കുന്ന പണത്തിന് വേറെ ഒന്നിനും യൂസ് ചെയ്യാതിരിക്കുക. പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, കുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ അവർ സേവ് ചെയ്യുന്നുണ്ടാവാം, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാനോ ഒക്കെ ലോണിന്റെ ആവശ്യം വരുന്ന സമയത്ത് ഈ പണം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ എമൗണ്ട് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് രമേശ് ചേട്ടൻ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവന്റെ സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടിയിട്ട് ലോണിന് വേണ്ടി ഓടി നടക്കുകയാണ്. നാളെ ഒരു പിതാവിനും ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഇന്ന് തന്നെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? താഴെ കമന്റ് ചെയ്യുക, യെസ് ഓർ നോ.